ഹായ് എവരിവൺ, ഏവർക്കും ട്രാപ്പയുടെ മല്ലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പുതിയതായിട്ട് ട്രേഡിങ്ങിൽ വരുന്ന ആളുകൾക്ക് അവരുടെ സൈക്കോളജി, അല്ല അവരെങ്ങനെ ട്രേഡിങ്ങിൽ ആരെ വിശ്വസിക്കണം, അല്ല ആരെ വിശ്വസിക്കേണ്ട, നിരവധി ആയിരക്കണക്കിന് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അവരിൽ ആര് ജെനുവിൻ, ആര് തെറ്റ്, അതുപോലെ തന്നെ ഇന്നെൻ്റെ ക്വാർട്ടർലി P&L. അപ്പൊ ഞാനൊരാൾ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരാണ്, എന്താണ് എന്റെ ട്രേഡിംഗ് രീതി, എന്താണ് എന്റെ ട്രേഡിംഗ്, ഞാൻ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കണം. അതിനൊപ്പം തന്നെ എന്റെ ക്വാർട്ടർലി P&L കൂടി കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകളും, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളും അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് Zerodha-യാണ്. Zerodha-യിൽ കയ്യിൽ പോയി കൺസോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് എന്റെ P&L ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് കൺസോളിൽ ക്ലിക്ക് ചെയ്തു. കൺസോളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്പോർട്ടിൽ പോവുക. ഓക്കെ, റിപ്പോർട്ടിൽ പോയി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇക്വിറ്റി ചേഞ്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ആണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, അതിനകത്ത് ഇതിൽ പോവുക കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, 1/4/2024 തൊട്ട് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ വരെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കുക, 2,58,000 രൂപ. ഓക്കെ, 2,58,000 രൂപ എനിക്ക് പ്രോഫിറ്റ് ആണ്. അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് 2,37,000 രൂപ. നോക്കിയാൽ മനസ്സിലാവും, ഇത് ഏപ്രിൽ മാസം. ഓക്കെ, ഏപ്രിൽ മാസത്തിലെ ഫസ്റ്റ് 2 വീക്ക് നോക്കുക. ഓക്കെ, ഓരോ ഡേറ്റ് വൈസ് ഞാനിത് കാണിച്ചു തരാം. ലോസ് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടിന്യൂ ഒരു ലോസ് സ്ട്രീക്കായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആദ്യത്തെ 1-2 ആഴ്ച. അതിനുശേഷം നോക്കുക, ഫസ്റ്റ്, അതായത് സെക്കൻഡ് ഹാഫ് ശേഷം ഏപ്രിൽ 15 ശേഷം എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്കൊരു എന്താ പറയുക, ഒരു തിരിച്ചറിവ് മാർക്കറ്റിനെ കുറിച്ചുണ്ടായി. ബിക്കോസ് ഞാൻ ട്രേഡ് ചെയ്യാൻ ആരംഭിച്ചത് ഏകദേശം 2019-ലാണ്. അപ്പോൾ 2019 എനിക്ക് അത്ര ട്രേഡിങ് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. സാധാരണ എല്ലാവരും വരുന്നത് പോലെ തന്നെ ഞാൻ മാർക്കറ്റിലെത്തുകയും, ഓക്കെ, എൻ്റെ ഒരു സുഹൃത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഞാൻ വരികയും, അതിനുശേഷം ഞാനും ചെറിയ രീതിയിൽ ട്രേഡിംഗ് ആരംഭിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ആരംഭിച്ചതിന് ശേഷം ഞാൻ ആദ്യമേ ഒരല്പം എൻ്റെ ഒരു സേവിങ്സ് ഉണ്ടായിരുന്നതിന് ഞാനൊരു കുറച്ച് പൈസ ഇട്ടു. അതിനകത്ത് ഇക്വിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇക്വിറ്റിയിൽ നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്തു. അപ്പോഴാണ് കൊറോണ സമയത്ത് വന്നു. കൊറോണ സമയത്ത് ആ സമയത്ത് ഞാൻ ഒരല്പം കൊറോണ സമയത്താണ് ആക്ച്വലി ഞാൻ ആക്റ്റീവ് ആയത്. ഓക്കെ, അപ്പോൾ അറിയാലോ നിങ്ങൾക്ക്, ഷാരിഖ് ഷംസുദ്ദീൻ്റെ വീഡിയോസ് വന്നതിന് ശേഷം വളരെ സിമ്പിൾ ആയിരുന്നു മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ മാർക്കറ്റിനെ മനസ്സിലാക്കി എടുക്കാൻ ഞാൻ ശ്രമിക്കുകയും ഇക്വിറ്റിയിൽ ഒരല്പം നല്ല രീതിയിൽ തന്നെ പോവുകയും, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ ഇക്വിറ്റിയിൽ പറ്റത്തില്ല, നമുക്ക് പെട്ടെന്ന് കുറച്ചും കൂടി ക്യാഷ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് തന്നെയാണ് എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നത്. ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം 2020 അവസാനത്തോടുകൂടി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോഴേ ചെറിയൊരു എമൗണ്ടിൽ തന്നെ എനിക്ക് നല്ലൊരു പൈസ ഉണ്ടാക്കാൻ പറ്റി. ഓക്കെ, അതാണ് ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. ബിക്കോസ് അതിനുശേഷം ഞാൻ ചെറിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരുന്ന എൻ്റെ എന്താ പറയുക, നമ്മുടെ ഇക്വിറ്റിയെ ഉപേക്ഷിക്കുകയും കോൺസെൻട്രേഷൻ ഫുള്ള് എന്താ പറയുക ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലോട്ട് വരികയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യ സമയത്ത് എന്താ പറയുക, ബിഗിനേഴ്സ് ലെക്ക് എന്നുള്ള രീതിയിൽ തന്നെ മാർക്കറ്റിൽ ഒരു പൈസ വരികയും, അത് എല്ലാ ട്രേഡേഴ്സിനും ഉണ്ടാകുന്നതാണ്. ബിഗിനേഴ്സ് ആയിട്ടുള്ള അതിൽ വരുന്നവരൊക്കെ മാർക്കറ്റിൽ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് നമുക്ക് തോന്നിപ്പോവും. ഓക്കെ, ചെറിയ രീതിയിൽ നമ്മൾ എൻട്രി എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നു. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു സൈക്കോളജി, അല്ലെങ്കിൽ നമ്മളൊരു ഹ്യൂജ് ഒരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടുകയും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റുമാകുകയാണ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ട്രേഡിങ്ങിനകത്ത് വന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്യുക, ഞാൻ ഒരു പേഴ്സണൽ ലോൺ എടുക്കുകയാണ് ചെയ്തത്. പേഴ്സണൽ ലോൺ എടുത്തിട്ട് 2 ലക്ഷം രൂപ ഞാൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന് വേണ്ടി കൊണ്ടുവരികയും, ഈ പൈസ ഏകദേശം ഒരാഴ്ച തികച്ചെടുത്തില്ല. ഈ ഏകദേശം അതിനകത്ത് 1.25 ലക്ഷം രൂപ പോകാനായിട്ട് എനിക്ക് ഒരാഴ്ച സമയം എടുത്തില്ല. ബിക്കോസ് ഏകദേശം ആ മാർക്കറ്റ് വീണതിന് ശേഷം മാർക്കറ്റ് ഒന്ന് റിക്കവറി ചെയ്തു. അതിനുശേഷം ചെറിയൊരു ഇതുണ്ടായ സമയത്താണ്, ഒരു ചെറിയൊരു ക്രാഷ് ഉണ്ടായ സമയത്താണ് ഞാൻ ആ സമയത്താണ് ഞാൻ ഈ
പൈസ ഡിപ്ലോയ് ചെയ്ത് എന്താ പറയുക, എഗെയിൻസ്റ്റ് ട്രെൻഡ്. അപ്പോൾ എനിക്കന്ന് ഈ തീറ്റ ഡി കെ എന്താണ്, ഡെൽറ്റ എന്താണ്, ഗാമ എന്താണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോലും അറിയില്ല. ഓക്കെ, ആ സമയത്താണ് ഈ പൈസ എടുത്തിട്ട് വന്നത്. വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നി. അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തന്നെ ഒരു ചെറിയൊരു അഹങ്കാരം തോന്നി. മാർക്കറ്റ് ഇത്രയേ ഉള്ളൂ, നമുക്കിത് മാർക്കറ്റിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇതിനകത്ത് പോലും ഇത് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യമാണ്, ഇതിനകത്ത് പഠിക്കുകയും വേണം. ഞാൻ പറയും, ഇതൊക്കെ എന്ത് പഠിക്കാനായിട്ടുള്ളത്, സിമ്പിളാണ്, ഒന്നും ആർക്കും നമ്മളെ കൊണ്ടൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. സോ നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. സോ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് ഒക്കെ വളരെ സിമ്പിളാണ്, നമുക്കങ്ങ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നമുക്കൊരു പ്രശ്നമില്ലാണ്ട് നമുക്കിതൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ മനസ്സിൽ കണക്ക് കൂട്ടാൻ തുടങ്ങി. 2 ലക്ഷം രൂപ ഇട്ടു ഞാൻ. ഇങ്ങനെ എനിക്കൊരു മാസത്തിലൊരു 50,000-60,000 രൂപ ഏറ്റവും കുറഞ്ഞത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും കുറഞ്ഞൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും കൂടിയ ഒരു 1.5 ലക്ഷം രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ബിക്കോസ് സ്റ്റാർട്ടിങ്ങിന് നല്ല പൈസ, ഒരു ദിവസം തന്നെ 20,000-30,000 എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇത് വളരെ എൻ്റെ മനസ്സിനകത്തൊരു ആർത്തി എന്ന് പറയത്തില്ല, ആ മനുഷ്യനുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഗ്രീഡ്, അല്ലെങ്കിൽ ആർത്തി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇമോഷൻ. എന്ന് വെച്ചാൽ ബേസിക്കലി ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്ന ഒരാൾ. അപ്പോൾ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, എൻ്റെ സഹോദര ബന്ധങ്ങളായിക്കോട്ടെ, ഇവർക്കൊന്നും ഫിനാൻഷ്യലി ഒരു പൈസയെ മാനേജ് ചെയ്യാൻ അറിയത്തില്ല. സോ ഒബ്വിയസ്ലി എനിക്കും ആ പൈസയെ മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവില്ലായിരുന്നു. ഒരു ശമ്പളം, വരുന്ന ശമ്പളത്തിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും എനിക്കറിയില്ല. ആ ശമ്പളത്തിനെ എങ്ങനെ സേവ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരു ആളായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്നുകൊണ്ടാണ് എനിക്ക് ആദ്യമായിട്ട് ലോസ് ഉണ്ടാകുന്നത്. ആ ലോസ് ഉണ്ടായി ആദ്യത്തെ ദിവസം തന്നെ ഇട്ടപ്പോൾ 30,000 രൂപ ലോസ് ഉണ്ടായി. ഇപ്പം ഞാൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഡേയിൽ അത് ഹോൾഡ് ചെയ്തു. ഓക്കെ, ഏകദേശം എത്ര ക്വാണ്ടിറ്റിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഏകദേശം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, ഏകദേശം 300-400 ക്വാണ്ടിറ്റി അടുത്തുണ്ടായിരുന്നു. എനിക്കത് ക്ലിയർ ഓർമ്മയില്ല. ബട്ട് അത്രയും ക്വാണ്ടിറ്റി ഞാൻ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഹോൾഡ് ചെയ്തു. എൻ്റെ പ്രതീക്ഷ എന്താണ്, ഇത് മാർക്കറ്റ് അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പ് വരും, പിന്നെ മേളിലോട്ട് പോകും. നെക്സ്റ്റ് ഡേ ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആണ് വന്നത്. ഏകദേശം 700-800 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ വരികയും എൻ്റെ ലോസ് ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷത്തിന് മേലെ പോവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, പിന്നെയും മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണമെന്ന്, ആകെ ഷോക്കായിപ്പോയി. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. ഇത്രയും ഞാൻ കൊണ്ടുവന്ന പൈസ ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം 90% ക്യാപിറ്റൽ ഒരു ദിവസം കൊണ്ട് തീർത്തു. അതിനുശേഷം എനിക്ക് ആകെപ്പാടെ ഇമോഷണലി ഔട്ടായി. ഞാൻ പിന്നെയും പൈസ ആഡ് ചെയ്തു, അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ സ്വരുക്കൂട്ടി 1-2 ദിവസം കൊണ്ട് തന്നെ പിന്നെ 25,000-30,000 ഒക്കെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് ചെറിയ ട്രേഡിങ് തന്നെ ഓവർ ട്രേഡിംഗ് ആയി. കണ്ടിന്യൂ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി മാറും, നിഫ്റ്റിയിലാവും, നിഫ്റ്റിന്ന് പിന്നെയും ബാങ്ക് നിഫ്റ്റി വരും. പുട്ടെടുക്കുമ്പോൾ അത് ഞാൻ താഴത്തോട്ട് എടുക്കുമ്പോൾ അത് മേളിലോട്ട് പോകും, ഞാൻ മേളിലോട്ട് എടുക്കുമ്പോൾ അത് താഴത്തോട്ട് വരും. ഇതിങ്ങനെ ആകെപ്പാടെ ഒരു മെന്റലി ഡിപ്രഷനായി. അപ്പോൾ ആ 2 ലക്ഷം രൂപ ഞാൻ അങ്ങനെ വെച്ചിരുന്നു. ആ എക്സ്പയറി ആകുന്ന ഡേ വരെ, അവസാന നിമിഷം വരെ, എന്താ പറയുക, അവസാന നിമിഷത്തെങ്കിലും നമ്മൾ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ആ പൈസയെ അങ്ങനെ തന്നെ വെച്ചിരുന്നു. എന്താ പറയാനായിട്ട്, ഏകദേശം 2,30,000 രൂപ അടുത്ത് ഒരാഴ്ച കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ആ ഒരു വീഴ്ച അല്ലെങ്കിൽ ആ ഒരു ലോസ് എനിക്ക് വളരെ എന്നെ ഹേർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോൺ എടുത്ത പൈസയാണ്. ഓക്കെ, ഞാൻ ലോൺ എടുത്ത പൈസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൂട്ടുകാരിൽ നിന്ന് വാങ്ങിയ പൈസയൊക്കെ അതൊക്കെ ഒരാഴ്ച കൊണ്ട് എനിക്ക് നഷ്ടപ്പെടുത്തി. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അഹങ്കാരം അതങ്ങ് എന്നെ അങ്ങോട്ട് തകർത്ത് കളയുകയാണ് ചെയ്തത്. സോ ഭയങ്കരമായിട്ട് ഹേർട്ടായി. ഞാൻ ആകെപ്പാടെ ഡിപ്രഷനിൽ പോകേണ്ട അവസ്ഥയായി. ബിക്കോസ് ഫാമിലി ഉണ്ട്, എനിക്ക് എൻ്റെ അമ്മയെ നോക്കണം, എൻ്റെ ഫുൾ ഫാമിലിയെ നോക്കണം, വൈഫുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ആ സമയത്ത് ഞാൻ വളരെ ഡിപ്രഷനിൽ പോയി. ഇപ്പോൾ ഇവർക്ക് എൻ്റെ ഫാമിലി യൂസ് ചെയ്യേണ്ട പൈസ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കേണ്ട പൈസയാണ് അത് നഷ്ടപ്പെട്ടു പോയത്. വളരെ എനിക്ക് സങ്കടത്തിലായി. അതിനുശേഷം ഞാൻ കുറച്ച് നാളിന് ശേഷം ട്രേഡ് ചെയ്തില്ല. ഞാൻ ഡിപ്രഷൻ. അപ്പം എൻ്റെ സുഹൃത്ത് അവൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടാമതും പിന്നെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കുറച്ച് പറയാമല്ലോ, നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ട്രേഡിംഗ് ഗുരൂസ്, ഒബിയസ്ലി ഹിന്ദി അറിയാവുന്നത് കൊണ്ട് തന്നെ ഹിന്ദിയിലെ ട്രേഡിംഗ് ഗുരൂസിനാണ് ഞാൻ ആദ്യം തപ്പിപ്പിടിച്ച് പോയത്. അങ്ങനെ നിരവധി കോഴ്സ് ഞാൻ വാങ്ങി. 10,000, 15,000, 20,000 കൊടുത്തൊക്കെ 3-4 കോഴ്സും. അത് കഴിഞ്ഞ് മലയാളികളായ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചില മഹാമാരുടെ കോഴ്സും ഞാൻ വാങ്ങുകയുണ്ടായി. അങ്ങനെ എന്താ പറയുക, അപ്പം ഇതൊക്കെ ഞാൻ വിചാരിച്ചെന്താണ്, ഈ കോഴ്സ് വാങ്ങുന്നതിലൂടെ ഞാൻ ഇതിനകത്തുനിന്ന് പൈസ എനിക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ
അറിയാൻ പറ്റും ഇവരിൽ എന്തോ ഒരു മന്ത്രമുണ്ട്. ഓക്കെ, ആ മന്ത്രത്തിലൂടെ ഇവർ എന്തോ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഡെയിലി 10,000 രൂപ, 20,000 രൂപ, 40,000 രൂപ, 1,00,000 രൂപ പ്രോഫിറ്റ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ ഇതിലൂടെ ഞാൻ അതിനകത്ത് ആകർഷിതനായി. അപ്പൊ എന്നെ കൊണ്ട് ഇത് പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെയും ഇവരുടെ കോഴ്സൊക്കെ പഠിച്ചു. ഒരാളുടെ കോഴ്സ് എടുത്തു. അതിനകത്ത് ഞാൻ CPR സ്ട്രാറ്റജിയാണ് ഉദ്ദേശിച്ചത്. ആ CPR സ്ട്രാറ്റജി ഞാൻ അതിനകത്ത് ഇടുകയും അപ്പൊ അങ്ങനെ ഇട്ട് ഏകദേശം 1,00,000 രൂപ CPR സ്ട്രാറ്റജി കൊണ്ടുപോയി. മാർക്കറ്റ് എൻ്റെ CPR സ്ട്രാറ്റജി അതങ്ങനെ നശിപ്പിച്ചു പോയി. അതിനുശേഷം പിന്നെ ഞാൻ 10, 30, 40 രൂപ എടുത്തിട്ട് വേറൊരാളുടെ മൂവിങ് ആവറേജ് ക്രോസ് സ്ട്രാറ്റജി, ഓക്കെ, അത് വളരെ ഒരു ഹിന്ദിയിൽ തപ്പിയാൽ കിട്ടും. വളരെ ഒരു വലിയ കോഴ്സാണ്. അത് ഞാൻ ധരിച്ചു. അങ്ങനെ ഒരു 30,000, 40,000 രൂപ പിന്നെ ഇങ്ങനെ ഒരു 1-2 മാസം കൊണ്ട് ഞാൻ അതും നശിപ്പിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് തന്നെ നമ്മുടെ ഒരു സൈക്കോളജി ചേഞ്ച് ആയി വരികയാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റിലാണ്. എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് നഷ്ടപ്പെട്ടങ്ങ് പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓവർ ട്രേഡിങ്, അത് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഇരുന്ന് മലയാളത്തിലെ ഒന്ന് മതിൽ സ്ട്രാറ്റജിയൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വന്നത്. മതിൽ സ്ട്രാറ്റജി എൻ്റെ സുഹൃത്താണ് ആ കോഴ്സ് എടുത്ത്. ആ കോഴ്സ് എടുത്തിട്ട് ഏകദേശം ഒന്നും കൂടിയില്ല, ചില മണ്ടത്തരങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നു. ഓക്കെ, ആ മണ്ടത്തരങ്ങളിൽ നമ്മളെ പോലുള്ള ചില മണ്ടന്മാർ അത് എന്നെ പോലെ തന്നെയുള്ള ചില മണ്ടന്മാർ അത് വായിക്കുകയും ആ മണ്ടത്തരത്തിലൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ആ മണ്ടത്തരം വെറും മണ്ടത്തരമായി പോയി. പിന്നെ ഒരു 50,000 രൂപ പ്ലസ് ട്രേഡ് ചെയ്ത് വേറെ കുറെ പൈസയും ഞാൻ നഷ്ടപ്പെടുത്തി. അതിനൊപ്പം തന്നെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ എമോഷണലി എന്നിൽ തന്നെ ഉണ്ടാക്കിയ ഡിപ്രഷൻ, അല്ലെങ്കിൽ എൻ്റെ മാനസിക ആരോഗ്യത്തിനെ തന്നെ ഞാൻ എന്താ പറയുക, എനിക്ക് വളരെ ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നു. ബിക്കോസ് ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ എനിക്കൊരു ഉപകാരം പറ്റുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജോലിയാണ് എന്നെ ആ സമയത്ത് എന്നെ രക്ഷിച്ചത്. ബിക്കോസ് ആ ജോലി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ശമ്പളം എനിക്കില്ലായിരുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഫാമിലിയെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അപ്പം ട്രേഡിങ്ങിലായിട്ട് ചാടിക്കയറുന്ന ഒരാളോട് എനിക്ക് എത്രയേ പറയുന്നുള്ളൂ, നിങ്ങൾ എന്തെങ്കിലും ജോലിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനിടയിൽ ചെറുതായിട്ട് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഞാനൊരു ഫുൾ ടൈം ട്രേഡർ അല്ല. ആ ഒരു പാഠം എനിക്ക് വളരെ എൻ്റെ മനസ്സിൽ തട്ടിയ ഒരു കാര്യമാണ്. ബിക്കോസ് വേറൊരു ഇൻകം, റെഗുലർ ഇൻകം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് നിങ്ങൾ ഒരിക്കലും ഫുൾ ടൈം ട്രേഡർ ആകാൻ വരാത്തരുത്. അറ്റ്ലീസ്റ്റ് ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം മാത്രം നിങ്ങളുടെ ഒരു ട്രേഡിംഗ് എഡ്ജ് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ ഫുൾ ടൈം ട്രേഡർ ആകാവുള്ളൂ. ഓക്കെ, അതിനുശേഷം ഞാൻ എൻ്റെ ട്രേഡിംഗ് ജേർണി പഠിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ചാനൽസ്, ഞാൻ വിചാരിച്ചു ഇനി ഇന്ത്യയിലെ ആൾക്കാർ പറ്റത്തില്ല, കുറച്ച് ഇനി ഇംഗ്ലീഷ് ചാനൽസ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പം ഇംഗ്ലീഷിലുള്ള കണ്ട യൂട്യൂബ് ചാനലെല്ലാം തപ്പാൻ തുടങ്ങി. എല്ലാ യൂട്യൂബ് ചാനലും തപ്പി അവസാനം 1-2 ആളുകളെ കിട്ടി. അങ്ങനെയാണ് എനിക്ക് ഈ ഇതിനെക്കുറിച്ച് മനസ്സിലായത്. ഈ മാർക്കറ്റിലെ ലിക്വിഡിറ്റി എന്താണ്, എങ്ങനെയാണ് ലിക്വിഡിറ്റി വർക്ക് ആവുന്നത്. അപ്പം ഞാൻ അങ്ങനെ ലിക്വിഡിറ്റിനെ ബേസ് ചെയ്ത് കുറേ വീഡിയോസ്, ഇംഗ്ലീഷിൽ വീഡിയോസ് കാണാൻ തുടങ്ങി. അപ്പം എനിക്ക് കുറച്ച് ബേസിക് ഐഡിയാസ് കിട്ടി. അപ്പം അതിനുശേഷം ഹിന്ദിയിൽ 1-2 ആളുകളുടെ ഈ ട്രാപ്പ് ട്രേഡിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവരെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ രണ്ടിനെയും, ഇംഗ്ലീഷിനെയും ഹിന്ദിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട്, ഓക്കെ, ആ രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് എനിക്ക് തോന്നി ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്തു. എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കെൻ്റെ സ്റ്റോപ്പ് ലോസസിന് ചെറിയ സ്റ്റോപ്പ് ലോസസ് ആണ് ഞാൻ വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 പോയിന്റ്, 35 പോയിന്റ്, 40 പോയിന്റ് ഒക്കെ. പക്ഷേ ഇതൊക്കെ മാർക്കറ്റ് അവിടെ നിന്ന് തന്നെ 40 പോയിന്റിനെയൊക്കെ ഹണ്ട് ചെയ്യും. അതിനുശേഷം ഞാൻ ഏത് ഡയറക്ഷനിലാണ് ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലൂടെ പോകുന്നു. ഞാൻ അങ്ങനെ ട്രേഡ് ചെയ്തു. 2021-22 ഓക്കെ, 22ലാണ് ട്രാപ്പ് ട്രേഡിങ്ങിനെ തന്നെ പഠിക്കുന്നത്. 22 ഫുള്ള് അങ്ങനെ പോയി. പല സമയത്ത് എനിക്ക് ട്രേഡ് പോലും ചെയ്യാൻ പറ്റാതെ. അപ്പൊ അങ്ങനെയാണ് 2022 അവസാനമാണ് ഞാൻ ചാനൽ, യൂട്യൂബ് ചാനൽ കൊണ്ടുവന്നത്. അപ്പൊ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ തുറന്നു തന്നെ പറഞ്ഞിരുന്നു. ഞാനൊരു ലോസ് മേക്കിംഗ് ട്രേഡറാണ്, പക്ഷെ എൻ്റെ കയ്യിൽ എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പുതിയൊരു കണ്ടന്റ് അല്ലെ പുതിയൊരു കാര്യം പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞാണ് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പറഞ്ഞു നമ്മളെ കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, ബട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിനകത്ത് ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ എമോഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റും. പക്ഷെ ഇങ്ങനെ പറയുമെങ്കിലും എനിക്ക് എൻ്റെ എമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, ഞാൻ ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ ട്രേഡ് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ 9 മണിക്ക് 9:15 തന്നെ എൻട്രി എടുക്കും.
ആദ്യത്തെ ക്യാൻഡിൽ തന്നെ എൻട്രി എടുക്കും. അങ്ങനെ പല പല സെറ്റപ്പിന് ഞാൻ ഫോളോ ചെയ്തിട്ട്, അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന സെറ്റപ്പാണ് ആദ്യത്തെ 5 മിനിറ്റിലും 15 മിനിറ്റ് കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യുമ്പോഴൊക്കെ എൻട്രി. അതെല്ലാം ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. എല്ലാവരും ടെലഗ്രാമിൽസിലടക്കം പല പല കോഴ്സുകളൊക്കെ ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നും യൂസ് ആയിട്ടില്ല ഇതുവരെ. എല്ലാം യൂസ് ചെയ്തതിൻ്റെ പൈസ നഷ്ടപ്പെട്ടതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിലെ ലിക്വിഡിറ്റിനെ കുറിച്ചും മാർക്കറ്റിലെ ലിക്വിഡിറ്റിനെ കുറിച്ചും മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ആ കൺസിസ്റ്റൻസി 1-2 ദിവസം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ ഉണ്ടാകുന്ന പ്രോഫിറ്റ് 1-2 ദിവസം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങി. എൻ്റെ സുഹൃത്തിന്, അദ്ദേഹത്തിന് എൻ്റെ കൊളീഗാണ്, അദ്ദേഹത്തിനോട് ഞാൻ സംസാരിക്കും. ഞാൻ എൻ്റെ വൈഫിനോടോ അല്ലെങ്കിൽ വേറെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടോ ഈ കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയ്ക്ക് സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച അദ്ദേഹത്തിനോടാണ്. ഡെയിലി ഞങ്ങൾ ചാറ്റിംഗ്, അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയെങ്കിലും ഞങ്ങൾ ഡെയിലി ഞങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് പങ്കുവെക്കുമായിരുന്നു. അപ്പോൾ ഉരളി എന്ന് മദ്ദളത്തിനോട് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെയും എൻ്റെ അവസ്ഥ. അപ്പോൾ രണ്ടുപേരും ലോസ് മേക്കിംഗ് ആണ്. രണ്ടുപേർക്കും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല ചാർട്ട് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ, എന്നേക്കാളും നല്ല എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്, നല്ലൊരു ട്രേഡ് അദ്ദേഹമാണ്. എന്നിട്ടും പോലും അദ്ദേഹത്തിന് പോലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, എനിക്കും പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എങ്കിലും അത് റിപ്പീറ്റഡ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ ഗ്രോത്ത് ആയി. അപ്പം ഞാൻ മന്ത്ലി വൈസ് നോക്കിയാണ് എനിക്ക് പ്രോഫിറ്റ് ആവുന്നുണ്ട്. പക്ഷെ ചില മാസം 3 മാസം ഞാൻ പ്രോഫിറ്റ് ആകും, 1 മാസത്തിൽ ആ പ്രോഫിറ്റ് ഫുള്ള് ഞാൻ കൊണ്ടുവരണം. ഓക്കെ, അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ വർഷം വന്നത്. ഈ വർഷം വന്നപ്പോൾ ഞാൻ വളരെയധികം കോൺസെൻട്രേഷനോട് ഞാനൊരു എൻ്റെ സേവിങ്സിൽ ഞാൻ പഠിച്ചൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇനി ലോൺ എടുത്തോ അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നോ വാങ്ങിയോ പൈസ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനമെടുത്തു. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും അവസാനത്തെ തീരുമാനം. ഓക്കെ, ആദ്യം ഈ തീരുമാനം ആദ്യമേ എടുക്കേണ്ടതായിരുന്നു. ലോൺ എടുത്തും മറ്റുള്ളവരിൽ നിന്നും വാങ്ങി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് വെച്ചിരുന്ന പൈസ ഒരിക്കലും ഈ ട്രേഡിങ്ങിനകത്തോ സ്റ്റോക്ക് മാർക്കറ്റിലോ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ ഏപ്രിൽ മാർച്ച് അവസാനം കുറച്ച് പൈസ ഇട്ടു. അതിനുശേഷം ഏപ്രിൽ ആദ്യത്തോടുകൂടി ഏകദേശം 3 ലക്ഷം രൂപ ഇതിൽ കൊണ്ടുവരികയാണ് ചെയ്തത് ട്രേഡിങ്ങിനായിട്ട്. ഈ വർഷം ഫ്രഷ് ആയിട്ട് കൊണ്ടുവന്നു. ഞാൻ എല്ലാം ഫുൾ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ നോക്കണം, ഞാൻ ഫുൾ ഫോക്കസ്ഡ് ആണ്. ഫസ്റ്റ് വീക്ക് തന്നെ നോക്കുക, 6300 രൂപ ലോസ്. 2 ഏപ്രിൽ 4930 രൂപ. അതിൻ്റെ അടുത്ത ദിവസം 1500 സംതിങ് രൂപ. ഓക്കെ, അതിനടുത്ത ദിവസം ട്രേഡ് ചെയ്തില്ല. ഓക്കെ, അതിന് മേ ബി അവധിയായിരിക്കും. അടുത്ത ദിവസം 2280 രൂപ ലോസ്. അതിനടുത്ത ദിവസം ട്രേഡിംഗ് ഇല്ല. അപ്പം നോക്കി 8-ാം തീയതി ആയി. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂ 9, 10, 11 ഈ ദിവസങ്ങളിലെ 2 വീക്ക് എല്ലാം ലോസിൽ തന്നെ. ഞാൻ ആകെപ്പാട് വട്ടായി. ഇപ്പം എനിക്ക് ഇത്രയും ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ യൂട്യൂബിലടക്കം വീഡിയോസ് ഇടുന്നു. എന്നിട്ട് പോലും എനിക്ക് പ്രോഫിറ്റ് ആകും. ഇതൊക്കെ എല്ലാം പ്രോഫിറ്റിൽ വന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രോഫിറ്റിൽ വരുന്നുണ്ട്. ഈ സാധനങ്ങളെല്ലാം പ്രോഫിറ്റിൽ വന്നിട്ടാണ് എൻ്റെ തിരിച്ചു പോയി സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുന്നത്. സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, അതിനുശേഷം തിരിച്ചു എൻ്റെ ഡയറക്ഷൻ, ഞാൻ ഏതാണ് ഡയറക്ഷനിലോട്ട് ഉദ്ദേശിക്കുന്നത് ആ ഡയറക്ഷനിലോട്ട് പോവുകയും ചെയ്യുന്നത്. ഞാൻ ആകെപ്പാടെ ഫെഡപ്പായി, എനിക്ക് ആകെപ്പാടെ തലക്ക് വട്ടുപിടിക്കുന്ന ഒരു അവസ്ഥയായി. ഓക്കെ, തലക്ക് വട്ടുപിടിക്കുന്ന എന്ത് ചെയ്യും, എന്താണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോ, ഡോക്ടർ ഡേവിഡ് പോൾ, ഓക്കെ, അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ വളരെയധികം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു 1-2 വാക്കുകൾ, അല്ലെ അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ദിവസം ഏപ്രിൽ 15-ാം തീയതി, ഓക്കെ, ഏപ്രിൽ 15-ാം തീയതി ഈ ലോസ് 6490 രൂപ ഈ ലോസ് വന്ന ദിവസം, അന്ന ദിവസം ഞാൻ അന്ന് ആകെപ്പാടെ മാനസികമായിട്ട് ഞാൻ തകർന്ന ദിവസമായിരുന്നു. ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്ക് ഇതാവുന്നില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് നമ്മൾ നല്ല പൈസ ഉണ്ടാക്കുന്ന ട്രേഡിങ് നമ്മളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനകത്ത് നിന്ന് ജോലി, നമ്മുടെ ഈ ഫുൾ ടൈം എന്താ പറയുക, ജോലി എന്നുള്ളൊരു വിട്ടിട്ട് നമ്മുടെ നാട്ടിൽ സെറ്റിൽ ചെയ്യുക, നല്ല ക്യാഷ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ തന്നെ കാറുകൾ വാങ്ങുക, വലിയ വീട് വെക്കുക, ഇതെല്ലാം അവരുടെ ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ആഗ്രഹത്തോട് തന്നെ ട്രേഡിങ്ങിനകത്ത് ഫുൾ ഫോക്കസ് ചെയ്യാനായിട്ട് വന്നത്. പക്ഷെ ഒന്നും നടക്കില്ല. ആക്ച്വലി ഇതൊന്നും നടക്കില്ല. നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിനകത്തോട്ടുള്ള വഴിയിലോട്ടാണ് ഞാൻ വരുന്നത്. അതിന്റെ സീക്രട്ടിലോട്ട് വഴിയിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പം അങ്ങനെ 15-ാം തീയതി ഞാൻ ഇമോഷണൽ ആയി. അദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഡോക്ടർ ഡേവിഡ് പോൾ പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇതൊരു കോയിൻ ടോയ്സ് പോലെ ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ എടുക്കുന്ന ട്രേഡ് ജയിക്കാനും തോൽക്കാനുമുള്ള സാധ്യത 50%. ഓക്കെ, ഓപ്ഷൻ ബൈങ്ങിനകത്ത് അത് വെറും 30% മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ 70% നമ്മൾ ഓൾറെഡി തോറ്റു കഴിഞ്ഞു.
ഓൾറെഡി നമ്മൾ തോറ്റു കഴിഞ്ഞു. അപ്പൊ 30% ജയിക്കാനുള്ള സാധ്യത കൊണ്ട് ഇത്രയും വലിയ ഓപ്പറേറ്റേഴ്സ്, ഇത്രയും സ്മാർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് വേണം നമുക്ക് അവരുടെ പൈസ നമുക്ക് എടുക്കാനായിട്ട്. അത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ്, ഇവരിൽ നിന്നൊക്കെ പൈസ നമുക്ക് എടുക്കണം. അവരിൽ കോടാനുകോടി പൈസ ഉണ്ട്. അപ്പൊ ആ പൈസ ഇട്ടിട്ട് നമ്മുടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം, ഡേവിഡ് പോൾ പറഞ്ഞത്, നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു, ഓക്കെ, റീറ്റെയിലേഴ്സ് ചിന്തിക്കുന്ന കാര്യമാണ്. നമ്മൾ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു, ആ സ്റ്റോപ്പ് ലോസിന് മാർക്കറ്റ് ഹണ്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് ട്രേഡിംഗ് എഡ്ജ് തരുന്നു. അദ്ദേഹത്തിന് എൻട്രി, അദ്ദേഹം എവിടെ, അല്ലെങ്കിൽ നമ്മളെല്ലാം മാസീവ് ആയിട്ടുള്ള ആളുകൾ, റീറ്റെയിലേഴ്സ് എവിടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നു. നമ്മളൊക്കെ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടുന്നത്? ലാസ്റ്റ് സ്വിങ്, ഓക്കെ, ലാസ്റ്റ് സ്വിങ് ആയി, പ്രീവിയസ് ആയിട്ടുള്ള ഓബിയസ് ലെവൽസ്, ഓബിയസ് സോൺസ്, ഇതിന് താഴെയാണ് നമ്മൾ ഇടുക. അപ്പൊ അതിന് താഴെ ആദ്യം മാർക്കറ്റ് വരികയും ആ സ്റ്റോപ്പ് ലോസിനെ ഹണ്ട് ചെയ്യും, അതിനുശേഷം മുകളിലോട്ട് മൂവ് ആവുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം എന്റെ മനസ്സിൽ പെട്ടെന്ന് കത്തി. അപ്പൊ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊള്ളാലോ, ഇത് ഈ ട്രേഡിംഗ് സെറ്റപ്പ്, ഈ എഡ്ജ് കൊള്ളാം. അപ്പൊ ഞാനും വിചാരിച്ചു എങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യത്തെ വീക്കിൽ തന്നെ പരീക്ഷിച്ചു. ഞാൻ 16-ാം തീയതി, ഓക്കെ, 16-ാം തീയതി ഞാൻ വിചാരിച്ചു ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി. അപ്പൊ ഇത് എങ്ങനെ നമ്മൾ ട്രേഡിങ്ങിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ആദ്യം, എനിക്ക് ഒരു പോയിന്റ് കിട്ടി. അപ്പൊ ഞാൻ പോയിന്റ് ഇട്ടു. ഞാൻ അവിടെ എൻട്രി എടുത്തില്ല. അതിന് 40 പോയിന്റ് താഴത്ത് ഞാൻ എൻട്രി ഇട്ടു. 40 പോയിന്റ് താഴത്ത് എൻട്രി ഇട്ടു. മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ റീട്രേസ് ചെയ്തു, മുകളിലോട്ട് പോയി. ഏകദേശം 10 രൂപ അടുത്തോളം പോയതിനു ശേഷം തിരിച്ച് വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കുറെ അല്പം ട്രെയിൽ ചെയ്തു. അന്നത്തെ ദിവസം എനിക്ക് പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം നിങ്ങൾ നോക്കാൻ, നെക്സ്റ്റ് ഡേ ട്രേഡിംഗ് ഇല്ലായിരുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം സെയിം സെറ്റപ്പിനെ തന്നെ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇടാൻ ഉദ്ദേശിച്ചു. അവിടെ ഞാൻ എൻട്രി എടുത്തു. 60 ക്വാണ്ടിറ്റിയാണ് ഞാൻ ഈ സമയത്ത് ബൈ ചെയ്തത്. 60 ക്വാണ്ടിറ്റി ആ സമയത്ത് ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ ബൈ ചെയ്ത് നോക്കുക, 6300 രൂപ. അതിനുശേഷം 5016 രൂപ. നെക്സ്റ്റ് വീക്കിൽ 7847. അതിനുശേഷം 14,047. ഈ 14,047 രൂപ വന്നപ്പോഴേ എനിക്ക് കോൺഫിഡൻസ് ആയ കൊള്ളാലോ. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റോപ്പ് ലോസസ് എന്നുള്ള കാര്യത്തിനെ നല്ലതാണ്. എവിടെ ഞാൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവിടെ ബൈ ചെയ്യാതെ, ഞാൻ എവിടെ സ്റ്റോപ്പ് ലോസ് ഇടാൻ ഉദ്ദേശിക്കുന്നു അവിടെ ഞാൻ എൻട്രി എടുക്കാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം എനിക്കൊരു ട്രേഡിംഗ് എഡ്ജും കൂടി വേണം. ഞാൻ ഈ ട്രാപ്പ് ട്രേഡിംഗ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ട്രാപ്പ് ട്രേഡിങ്ങിലൂടെ ഞാൻ പഠിച്ച കാര്യം, ചാർട്ടിന് നന്നായിട്ട് റീഡ് ചെയ്യാൻ ട്രാപ്പ് ട്രേഡിംഗ് വളരെ ഉപകാരപ്പെടും. പക്ഷെ എന്തോ ഒന്ന് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ആ മിസ് ചെയ്തത്? സെയിം ഡോക്ടർ ഡേവിഡ് പോളിന്റെ ഒരു വീഡിയോ എനിക്ക് ആകസ്മികമായി കാണാൻ പറ്റും. അതിനകത്ത് വോളിയത്തിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ ഞാനതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തു. അപ്പൊ വോളിയത്തിനെയും കൂടി ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ നോക്കി. അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ചെറിയൊരു ലോസിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യും. ചെറിയൊരു ലോസ്, ഇതും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് പോയിട്ടാണ് ഇത് എനിക്ക് ചെറിയൊരു ലോസിൽ അക്സെപ്റ്റ് ആയത്. തൊട്ടടുത്ത ദിവസം 1000 രൂപ പ്രോഫിറ്റ്. അപ്പൊ ഇതൊക്കെ ഏകദേശം ലോസസ് നോക്കുക, നിങ്ങൾ കുറഞ്ഞു വരുന്നത്, ലോസസ് കുറഞ്ഞു വരുന്നു. പിന്നെ അടുത്ത ദിവസം തൊട്ട് 11,000 രൂപ പ്രോഫിറ്റ്, തൊട്ടടുത്ത ദിവസം 4,500, പിന്നെ 10,000 രൂപ പ്രോഫിറ്റ്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് ഈ കാര്യം ഏകദേശം പിടികിട്ടി. അപ്പൊ ഏകദേശം കൊള്ളാം. അപ്പൊ എനിക്ക് എന്റെ ട്രേഡിംഗ് എഡ്ജ് എനിക്ക് മനസ്സിലായി. എന്റെ ട്രാപ്പ് ട്രേഡിംഗ് ആണ് എന്റെ ഓൾറെഡി ട്രേഡിംഗ് എഡ്ജ്. അതിനകത്ത് ഞാൻ വോളിയത്തിനെ കൂടി ആഡ് ചെയ്തു. വോളിയത്തിന് സീക്രട്ട് ഞാൻ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ പല വീഡിയോസും ഞാൻ അതാണ്, എന്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോസ് ആയിക്കോട്ടെ, ഡെയിലി ബേസ്ഡ് ലൈവ് ട്രേഡിംഗ് ആയിക്കോട്ടെ, അതിനകത്തെല്ലാം ഞാൻ വോളിയത്തിനെ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ ലൈവ് ട്രേഡ് എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മിക്ക ദിവസത്തെ ലൈവ് ഞാൻ ട്രേഡ് എടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ വോളിയത്തിനെ കുറിച്ച് ഹിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. അതിനുശേഷം മനസ്സിലായി. അപ്പൊ ഞാൻ ഒരല്പം, നമുക്ക് ഒരു സാധാരണ ട്രേഡർ ഉണ്ടാവുന്നില്ല, സ്ഥിരം ഒരു യൂഫോറിക് എന്ന് വെച്ചാൽ വളരെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കണ്ടിന്യൂ നമ്മൾക്ക് സക്സസ് ചെയ്യണം, നമ്മൾ വലിയൊരു ട്രേഡർ ആയെന്ന് ഒരു ചിന്താഗതി എന്റെ മനസ്സിൽ വന്നു. അങ്ങനെ തിരിക്കാൻ നേരത്താണ് ഞാൻ ഈ ദിവസം എഗെയിൻസ്റ്റ് ദ ട്രെൻഡ്, ഓക്കെ, ട്രെൻഡിന് എഗെയിൻസ്റ്റ്, മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നു, ഞാൻ അവിടെ ബൈ ചെയ്യുന്നു. അപ്പൊ എന്റെ വിചാരം എന്താ, ഇത് മാർക്കറ്റ് തിരിച്ചു വരും. വന്നില്ല, തിരിച്ചു വരുന്ന പോലെ കാണിച്ചു, പിന്നെ താഴ്ത്തു പോയി. ഞാൻ അവിടെയും പിന്നെ സെയിം ക്വാണ്ടിറ്റി അത്രയും തന്നെ ഞാൻ വാങ്ങുകയും ചെയ്തു. അപ്പൊ ഇതെന്ത്, സെയിം ക്വാണ്ടിറ്റി വാങ്ങി ഈ സാധനം മുകളിലോട്ട് പോയി ഏകദേശം 15,000 രൂപ പ്രോഫിറ്റിൽ വന്നു. പ്രോഫിറ്റിൽ വന്നിട്ട് ഞാൻ, എന്റെ പ്രതീക്ഷ എന്താണ്, ഇനിയും മുകളിലോട്ട് പോകും, ഇനിയും മുകളിലോട്ട് പോകും, ഇത്രയും താഴ്ത്ത് വന്നാലും ഇനിയും മുകളിലോട്ട് പോകും. പക്ഷെ അവിടുന്ന് ടപ്പെന്ന് താഴ്ത്ത് വരികയും, ഓക്കെ, കണ്ടിന്യൂ ക്വിക്കായിട്ട് താഴ്ത്ത് വരികയാണ് ചെയ്തത്. ക്വിക്കായിട്ട് താഴ്ത്ത് വരികയും നല്ല രീതിയിൽ തന്നെ എനിക്ക് ലോസ് ഉണ്ടാകുകയാണ് ചെയ്തത്.
ഓക്കെ. ഏകദേശം നല്ല പ്രോഫിറ്റ് ഉണ്ട്. ഏകദേശം ഞാൻ എത്ര ലോസ് വരുത്തിയോ അതിൽ കൂടുതൽ എനിക്ക് പ്രോഫിറ്റ് ആദ്യം വരികയും അതിനുശേഷം കണ്ടിന്യൂ താഴ്ത്തു പോയി പിന്നെയും ഞാൻ ഓവർ ട്രേഡിങ് 2-3 ട്രേഡ് എടുത്ത് നഷ്ടം കൂട്ടുകയാണ് അന്നത്തെ ദിവസം ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇല്ല, ഞാൻ ചെയ്ത വളരെ വലിയൊരു മിസ്റ്റേക്കാണ്, ഞാൻ ഇങ്ങനെ ട്രേഡ് ചെയ്യരുത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ഹിന്റ് എനിക്ക് മനസ്സിലായി. ഓക്കെ, എനിക്കൊരു ഹിന്റ് മനസ്സിലായി. എന്താണ്, ഞാൻ ഇങ്ങനെ എനിക്ക് നഷ്ടം വരാനുള്ള ദിവസം കണ്ടിന്യൂ മാർക്കറ്റ് ട്രെൻഡിങ് പോകുന്ന ദിവസത്തിലാണ് എനിക്ക് കണ്ടിന്യൂ ഇതാകുന്നത്. ബിക്കോസ് ഞാൻ സ്റ്റോപ്പ് ലോസ് എവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നു ആ ഏരിയയിൽ ഞാൻ എൻട്രി എടുത്തു. അതിനുശേഷം ഞാൻ എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെ ഞാൻ എൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി ഞാൻ അവിടെ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ മെയ് മാസത്തിൽ, ഓക്കെ, ഈ മെയ് മാസത്തിൽ നോക്കുക 9,000, 8,400 ഇങ്ങനെ കണ്ടിന്യൂ ഇത്രയും പ്രോഫിറ്റ് കണ്ടിന്യൂ എല്ലാ ദിവസത്തിലും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. ആ ഒരു ദിവസം വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡേയിൽ 600 രൂപ മാത്രമേ ഞാൻ നഷ്ടപ്പെടുത്തിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും എനിക്ക് മനസ്സിലായി എനിക്ക് ഇത്രയും എൻ്റെ കോൺഫിഡൻസ് വന്ന് 30,000 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. ഈ 30,000 രൂപേനെ എനിക്ക് 3-4 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ എൻ്റെ കൺസിസ്റ്റന്റ് ആയിട്ട് 8-10 രൂപ, 10,000 രൂപ അല്ലെങ്കിൽ 100 പോയിന്റിനെ ക്യാച്ച് ചെയ്താൽ എനിക്ക് കൺസിസ്റ്റൻസി ആണ് പ്രധാനം. അപ്പോൾ എനിക്ക് 3-4 ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. ഓക്കെ, അത്രയ്ക്ക് ഒരു ചെറിയൊരു മെച്യൂരിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ വലിയൊരു മൂവി ദിവസങ്ങളിലൊക്കെ വന്നു. എല്ലാ ദിവസവും മെയ് വളരെ ലക്കി ആയിട്ടുള്ള മാസമായിരുന്നു, വളരെ ലക്കി ആയിട്ടുള്ള മാസമായിരുന്നു. ബിക്കോസ് ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാ ദിവസവും മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷെ എനിക്ക് വലിയൊരു മൂവിനെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. അപ്പോഴും സ്റ്റിൽ മിസ്സിങ് എൻ്റെ വലിയൊരു മൂവാണ്. അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ജൂൺ മാസം നോക്കുക. ജൂൺ മാസം സെയിം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പോയി. ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് വന്നു, അപ്പോഴും എനിക്കൊരു പേടിയുള്ളത് എന്താണെന്ന് നോക്കുക. ഈ ദിവസം നോക്കുക, 19,000 രൂപ നഷ്ടപ്പെട്ടത് ഇതും ഒരു ട്രെൻഡിങ് ഡേ ആയിരുന്നു. അപ്പൊ മാർക്കറ്റ് ഒരു ട്രെൻഡിങ് പോകുന്ന ദിവസം എനിക്ക് ലോസ് വരുന്നു. 2 ദിവസം സെയിം നഷ്ടം തന്നെ. അതായത് മെയ്യിൽ വരുത്തിയ അതേ മിസ്റ്റേക്ക് തന്നെ ഞാൻ ജൂണിലും ഒരു ദിവസം വരുത്തി. അതായത് ഇത്രയും ദിവസം ഉണ്ടാക്കിയ മാക്സിമം പ്രോഫിറ്റിന്റെ ഒരു 30-40% എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. അപ്പൊ ഞാൻ അതിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ജൂലൈയിൽ സെയിം ഇതേപോലെ വന്നു. ഞാൻ ഈ ഒറ്റ ദിവസം നോക്കുക, ജൂലൈ 10. ഓക്കെ, ഈ ജൂലൈ 10 52,752 രൂപ എനിക്ക് നഷ്ടം വന്നു. ഇത് വരുത്തിയ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബിയസ്ലി ഞാനൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു എൻ്റെ ജോലിയിലെ ചില ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സിസ്റ്റമോ അല്ലെങ്കിൽ എനിക്ക് ഇന്റർനെറ്റോ ഉപയോഗിക്കാൻ, ഫോണോ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് എനിക്ക് പോകേണ്ടി വന്നു. ഓക്കെ, പോകേണ്ടി വന്നപ്പോൾ അതിന്റെ പൊസിഷൻസ് എനിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും BTC ഇന്ന് വാങ്ങി നാളെ സെല്ല് ചെയ്യാം എന്നുള്ളൊരു മോഹത്തോടുകൂടി ഒരിക്കലും പോകാൻ നിൽക്കരുത്. അന്നത്തെ ദിവസം നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പണായി വന്ന ലോസ് ആണിത്. ഓക്കെ, മാർക്കറ്റ് ഓപ്പണായി വന്ന് ഇത് ഏകദേശം 65 രൂപയ്ക്ക് മേലെ പോയി. ഏകദേശം 70,000 രൂപ അടുത്ത് വരെയും പോയി. അതിനുശേഷം ഞാൻ ഇത് ഒരു എൻട്രി എടുത്തു. അന്നത്തെ ദിവസം ഏകദേശം 15,000 രൂപ ഞാൻ റിവേഴ്സ് എൻട്രി എടുത്ത് ഞാൻ ഈ ഒരു എമൗണ്ടിൽ ഞാൻ അതിനെ ക്ലോസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് 2-3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒരിക്കലും BTST, അതായത് ഇന്ന് നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്ത് അടുത്ത ദിവസം, അതൊക്കെ വളരെ മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മനസ്സിലാക്കിയെടുത്ത രണ്ടാമത്തെ കാര്യം, എല്ലാ ദിവസവും എക്സ്പയറീസ് ഉണ്ട്. എല്ലാ ദിവസവും എക്സ്പയറീസിന് പുറകെ പോകാതെ നിങ്ങൾ നോക്കുക, ഞാൻ ഓൺലി ബാങ്ക് നിഫ്റ്റിക്കകത്ത് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും മാത്രം, ഒരു നിഫ്റ്റിയിലോ ഫിൻ നിഫ്റ്റിയിലോ മിഡ് ക്യാപ്പിലോ വേറെ ഒന്നിനകത്തോ സെൻസെക്സിനകത്തോ ഒന്നിനകത്തും പോകില്ല. ഇതിനകത്ത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. എന്തുകൊണ്ട്? ബിക്കോസ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പൊ ആ സുഹൃത്തിന് നമ്മൾ എന്നും അദ്ദേഹത്തിനൊപ്പം നടക്കുകയും അദ്ദേഹത്തിനൊപ്പം കളിക്കുകയും അദ്ദേഹത്തിന്റെ ഒപ്പം ഇരിക്കുകയും അദ്ദേഹത്തിനൊപ്പം പഠിക്കുകയും 24 മണിക്കൂറും അദ്ദേഹത്തിന്, അല്ലെങ്കിൽ മാക്സിമം ടൈം അദ്ദേഹത്തിന് ഒപ്പം നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുക, നേച്ചർ, ക്യാരക്ടർ, അല്ലെങ്കിൽ അദ്ദേഹം ഈ നിമിഷത്തിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി എൻ്റെ ഒരു സുഹൃത്തിനെ പോലെയാണ്, ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ പോലെയാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ നേച്ചർ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബാങ്ക് നിഫ്റ്റി ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും പെട്ടെന്ന് മനസ്സിലാവും. അത് ബിക്കോസ് ഞാൻ ഇത്രയും നാൾ ഇതിനെ തന്നെ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു ദിവസത്തെ ലോസ് എന്നെ വളരെയധികം തളർത്തിയെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് സ്ലോ ആൻഡ് സ്റ്റഡി 10-14 ട്രേഡിംഗ് ഡേയിൽ എനിക്കിതിനെ പിന്നെയും പ്രോഫിറ്റ്, അതായത് ഈ 50,000 രൂപ 52,000 രൂപ എനിക്ക് എന്താ പറയാ, നികത്താൻ പറ്റും.
അതിനെ കൊണ്ടുവരാൻ പറ്റും, എനിക്ക് പിന്നെയും പ്രോഫിറ്റിലാകാൻ പറ്റും. അങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ഓരോ ദിവസം 5000, 13,000, 10,000 ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഞാൻ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരികയും ഈ വളരെ ടഫായിട്ടുള്ള, എനിക്ക് എൻ്റെ ഒരു വളരെ ടഫായിട്ട് തോന്നിയൊരു മാസമാണ് ജൂലൈ മാസം. ജൂലൈയിൽ മാസം ബിക്കോസ് ജൂലൈയിൽ വലിയ വലിയ ഈവൻസ് നടന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഈവൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബഡ്ജറ്റ് അല്ലെങ്കിൽ വലിയ വലിയ ഇവന്റ് ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ ആ മാസത്തിൽ മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും. അപ്പോൾ ഈ വോളറ്റൈൽ മാർക്കറ്റിൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പഠിച്ച ഒരു അറിവ്, ഇങ്ങനെയുള്ള ഇവന്റ്സ് വരുന്ന സമയം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആ മാസങ്ങളിൽ ട്രേഡിംഗ് ക്വാണ്ടിറ്റി കുറയ്ക്കുക. ട്രേഡിംഗ് ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ട്രേഡിംഗ് ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ശ്രമിക്കുക. മാക്സിമം ഏറ്റവും കുറവ് ക്വാണ്ടിറ്റീസ് എടുക്കാൻ പറ്റുമോ അത്രയും ഇവന്റ് ഉള്ള സമയത്ത് എടുക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഇവന്റ് ഉള്ള സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും മാർക്കറ്റ് നടക്കില്ല. ആ സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മൈൻഡ് പലതരത്തിലായിരിക്കും. അവർ പുതിയ പുതിയ സ്റ്റെപ്സ് എടുക്കുകയായിരിക്കും അവരുടെ ഭാവിയിലോട്ടുള്ള. അപ്പോൾ ആ സമയത്ത് നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഈ ദിവസം ഏകദേശം 29 ജൂലൈ. ഓക്കെ, 29 ജൂലൈയിൽ 1,02,000 രൂപ. ഓക്കെ, 1,02,000 രൂപ ഒറ്റ ദിവസം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റി. 1000 പോയിന്റിന്റെ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, വെറും 120 ക്വാണ്ടിറ്റി പ്ലസ് 120 ക്വാണ്ടിറ്റി ആയിരുന്നു ഞാൻ അന്ന് ഏകദേശം എടുത്തത്. എന്നെ ഓർമ്മ ശരിയാണെങ്കിൽ 120 ക്വാണ്ടിറ്റി ആണ്. പക്ഷേ അത് 1000 പോയിന്റിന്റെ പ്രീമിയം, 1000 പോയിന്റ് പ്ലസ് പ്രീമിയം അല്ല, ഫ്യൂച്ചറിൽ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഏകദേശം 1,00,000 മേലെ പ്രോഫിറ്റ് എനിക്ക് ഷോ ചെയ്യും. ഞാൻ വളരെ ഷോക്ക് ആവുകയാണ് ചെയ്തത്. ബിക്കോസ് 1,00,000 രൂപ പ്രോഫിറ്റ് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഓക്കെ, എനിക്ക് കിട്ടും, എനിക്ക് എന്ന് കിട്ടും, ഞാൻ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബട്ട് അത് വന്നപ്പോൾ ഞാൻ ആപ്പടെ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇത്രയും വലിയ പ്രോഫിറ്റ് എന്ത് ചെയ്യും ഞാൻ പെട്ടെന്ന് തന്നെ പൊസിഷൻസിനെ കട്ട് ചെയ്തതിനു ശേഷം ഞാൻ ഒന്ന് സമാധാനത്തോടെ ഇരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു, ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് എടുത്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കും. ഇതേപോലെ ലെക്കാണ്, ഇതൊക്കെ അന്നത്തെ ദിവസം ലെക്കാണ്. ആ ലെക്ക് എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 100% ഒരു ദിവസം ഒന്നോ മാസത്തിലോ അല്ലെങ്കിൽ 3-4 മാസത്തിലോ ഒരു വട്ടം ഇതേപോലെ ലെക്ക് വരും. അപ്പൊ ആ ലെക്ക് നമ്മളെ ബൂസ്റ്റ് ചെയ്യും. ഓക്കെ, ബൂസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ലോസിംഗ് സ്ട്രീക്കിനെ ഇത് സഹായിക്കുന്ന ആ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇതേപോലെയുള്ള ലക്കി ട്രേഡ്സ് സഹായിക്കും. അപ്പൊ എനിക്ക് നിങ്ങളോട് ഇത്രേ പറഞ്ഞു തരാൻ ആഗ്രഹമുള്ളൂ. ലോൺ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പൈസ നിങ്ങളുടെ സൂക്ഷിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് വെച്ചിരുന്ന പൈസ എടുത്തൊന്നും കൊണ്ടൊന്നും ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ വരരുത്. പിന്നെ മാക്സിമം ആളുകൾ ഫ്യൂച്ചർ ഓപ്ഷൻസിനകത്തോട് വരാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എത്ര ഇതിനകത്ത് ദൂരം പോകുന്നു അത്ര ദൂരം പോവുക. ഇക്വിറ്റികളിൽ ട്രേഡ് ചെയ്തതിന് ശേഷം ഒരു വർഷം ഇക്വിറ്റി, 2 വർഷമൊക്കെ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനകത്തോട് വരിക. ബിക്കോസ് ഇത് വളരെ ടഫായിട്ടുള്ളൊരു മേഖലയാണ്. അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും ചുരുക്കം 1-2 ആളുകൾ മാത്രമേ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഈ പ്രോഫിറ്റിനെ ഈ 2,58,000 എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രേ ചിന്തിക്കാവുള്ളൂ. ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ കോഴ്സസ് വിൽക്കുന്നവരൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അവർ നിങ്ങളുടെ പ്രോഫിറ്റ് ലോസ് കാണിക്കില്ല. ഓക്കെ, കാണിച്ചെങ്കിൽ തന്നെ അവർ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഫിറ്റ് കാണിക്കില്ല. അവരുടെ മെയിൻ വരുമാനം യൂട്യൂബിലെ വരുമാനമാണ്. ഓക്കെ, യൂട്യൂബിലെ വരുമാനം പ്ലസ് കോഴ്സസ് വിൽക്കുക. അവരുടെ ഐറ്റംസ് അവർക്ക് വിൽക്കുകയാണ്. നമ്മളെ സ്വപ്നങ്ങൾ വിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് അവർ. ഓക്കെ, പ്രോഫിറ്റുകൾ ലോസും അല്ല പ്രോഫിറ്റും ആഡംബരമായിട്ടുള്ള ജീവിതം കാണിച്ചുകൊണ്ട് നമ്മൾ സാധാരണ മലയാളീസിനെ ഫിനാൻഷ്യലി ലിറ്ററസി ഇല്ലാത്ത, നമുക്ക് ലിറ്ററസി റേറ്റ് ഉണ്ട്, പക്ഷെ ഫിനാൻഷ്യലി ലിറ്ററസി ഇല്ലാത്ത മലയാളികളെ പറ്റിക്കാൻ വേണ്ടി, മലയാളികളുടെ മലയാളികളുടെ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ കോഴ്സസ് വിൽക്കുന്നതും ലൈവായിട്ട് വന്ന് നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ പറഞ്ഞു തരുന്നത്. ഈശ്വരൻ വിചാരിച്ചാൽ പോലും മാർക്കറ്റിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ടഫാണ്, ഈശ്വരന് പോലും. അപ്പം നമ്മളെപ്പോലെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ എടുത്ത് ഒരു സാധാരണ ഒരാൾക്ക് പറഞ്ഞു തരാനുള്ള അറിവ് കുറവാണ്. അപ്പൊ ആ പറഞ്ഞു തരുന്ന ആള് നിങ്ങൾക്ക് ലൈവിൽ വന്നിരുന്നിട്ട് കീബോർഡ് തല്ലിപ്പൊട്ടിച്ച് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് 2000 രൂപയ്ക്ക് അവരുടെ പ്രീമിയം ചാനലിനകത്ത് കയറുക, അവർ തരുന്ന ടിപ്സ്, ഇങ്ങനെയുള്ള ടിപ്സിന്റെ പുറകെ ഒന്നും പോകാൻ നിൽക്കരുത്. പോവുകയാണെങ്കിൽ തന്നെ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനാലിസ്റ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ഇവരിൽ മാത്രം പോവുക. അല്ലാതെ യൂട്യൂബിൽ ചുമ്മാ ഇരുന്ന് താളം തള്ളുന്നവരുടെ ഇടയ്ക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അവരൊന്നും നിങ്ങളെ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല. അവരുടെ വീഡിയോസ് ഒന്നും ഒരിക്കലും നിങ്ങളെ പ്രോഫിറ്റ് ആക്കത്തില്ല. അത് 100 അല്ല 1000% ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞു തരുന്നു. ആരുടെ യൂട്യൂബ് വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ പോലും
ഓക്കെ, അതിപ്പോൾ എൻ്റെതായിക്കോട്ടെ. കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. നിങ്ങളുടെ എമോഷൻസിനെ കൺട്രോൾ ചെയ്താൽ, നിങ്ങളുടെ റിസ്ക് റിവാർഡിനെ കൺട്രോൾ ചെയ്താൽ, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളോട് പറയുന്നത്, ദയവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 1-2 വർഷത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിനകത്ത് അത് ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് വരാവുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറഞ്ഞു തരാൻ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ പ്രോഫിറ്റ് കൊണ്ടിട്ടുള്ള ഈ വീഡിയോ കൊണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. ബട്ട് എൻ്റെ ചാനലിനകത്ത് ഞാൻ നല്ല രീതിയിൽ നല്ല കണ്ടന്റ്സ്, നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എൻട്രീസ് ഞാനെടുത്ത് ലൈവിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് അതൊക്കെ ലോജിക്ക് വിത്ത് ലോജിക്കോടുകൂടി പ്രൂഫോട് കൂടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അതിനകത്ത് ഇൻസ്പയർഡ് ആയിട്ട് ട്രേഡ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, അതിനകത്ത് നിന്നുള്ള പോയിന്റിനെ നോട്ട് ചെയ്ത് നിങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ട്രേഡിംഗ് എഡ്ജ്, നിങ്ങളുടെ ട്രേഡിംഗ് ടെക്നിക്സ് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അതിനെ ഒന്ന് ആഡ് ഓൺ എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ ടിപ്സിനെ അല്ല ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ ഒന്ന് അതിനകത്ത് ആഡ് ഓൺ ചെയ്യുക. നിങ്ങളുടേതായ പൈസ, നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ മണി, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ലൈവായിട്ട് വരുന്നവരുടെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഒരിക്കലും പൈസ ഉണ്ടാക്കാൻ പറ്റില്ല, നഷ്ടം മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഫാൻസി ആയിട്ടുള്ള കാര്യത്തിന്റെ പുറകെ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇത്രേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.